നിൽക്ക് ആഹാ ഇങ്ങനത്തെ നല്ലോണം ഞങ്ങൾ ഉള്ളിലേക്ക് പോന്നു. ആ അടിയിൽ നല്ല കാടാ. ഞാൻ അങ്ങോട്ട് പോയി നോക്കി. വഴിയൊക്കെ ഉണ്ട്. മഴക്കാലത്ത് വെള്ളം വരുമ്പോൾ കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട്. വാ, അതവന്മാർ പോയി ഒരു കമ്പ് ഒടിച്ചിടണതാ. നീ ഒരു ഇല വീണാലും പേടിക്കില്ലോ. എന്താ വഴി അറിയില്ലെങ്കിൽ ഞാൻ മുന്നിൽ നടക്കാം. ഒരു മിനിറ്റ് അവിടെ നിൽക്ക്, കാര്യണ്ടേ. ആ പിന്നാലെ വന്നോ കേട്ടോ. പിന്നാലെ ഉണ്ടായിക്കോളൂ. ഇടയ്ക്ക് വർത്താനം പറഞ്ഞിട്ട് വന്നോളൂ. അപ്പോൾ അറിയാൻ പറ്റും പിന്നിലുണ്ടെന്ന്. ഞാൻ ഇതിലെ വഴി ഉണ്ടെന്ന് നോക്കി. അതിൽ നല്ല മഴക്കാലമാകുമ്പോൾ വെള്ളം വരും. ഇപ്പോൾ വെള്ളമില്ല, ആ ഏരിയയിലില്ല. ഇത് ആനപ്പിണ്ടാണ് കേട്ടോ. ഇത് ഇപ്പോൾ ആനപ്പിണ്ടം കാണിച്ചു തരേണ്ട ആവശ്യമില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. കാടിൻ്റെ ഉള്ളിൽ പോയുമ്പോൾ കാണുന്നതല്ലേ കാണിച്ചു തരാൻ പറ്റുള്ളൂ. പുലിയൊക്കെ ഉണ്ട്. അപ്പോൾ അയ്യം പോലെ കാണാം. നോക്കി നടന്നോളോ. വള്ളീന് വള്ളിപ്പടർപ്പ്. അവിടെ വെള്ളം വീണ നല്ല സൗണ്ട് കേൾക്കുന്നുണ്ട്. നോക്കി പാമ്പ് കിടക്കണ പോലെ ഇല്ലേ വെള്ളം വീണ സൗണ്ട് കേട്ടാ. നോക്കിയേ പാമ്പ് കിടക്കണ പോലെ ഇല്ലേ. ചേച്ചി നോക്കി ഇറങ്ങി കേട്ടോ. വീണ തന്നെ വലിയ സുഖം ഉണ്ടാവില്ല. അടിയിൽ വെള്ളം വീഴുന്നുണ്ട്. നല്ല ഒച്ച കേൾക്കുന്നുണ്ട്. ഊനാലിനിത് ഞങ്ങൾ മാമ്പാറ പോയപ്പോൾ ഇരുന്ന് ആടിയ ഊനാല് പോലത്തെ മരം. എല്ലാ കാട്ടിലും ഉണ്ട് കേട്ടോ ഈ മരം. എന്താണാവോ ഇതിൻ്റെ പ്രത്യേകത? ഞങ്ങൾ ഈ മലര അപ്പുറത്തെ സൈഡിൽ കൂടെ പോയത്. ഇപ്പോൾ വരുമ്പോൾ ഞങ്ങൾ ഇപ്പുറത്തെ സൈഡിൽ കൂടെ വരണം. എനിക്കൊരു ശീലമുണ്ട്, പോയ വഴിക്ക് വരുന്നത് ഇഷ്ടമല്ല. ചെരുപ്പിട്ട് കയറണത് നല്ലൊരു ഷൂ ആണ് കേട്ടോ. അടിയിൽ നല്ല ഫോഴ്സിൽ വെള്ളം വീഴുന്നുണ്ട്. സൗണ്ട് കേൾക്കുന്നുണ്ട്. ഇത് കാടിൻ്റെ ഉള്ളിൽ കൂടെ ഞങ്ങൾ മെല്ലെ കുറച്ച് കയറാമെന്ന് വിചാരിച്ച. അപ്പോൾ 2 പേര് മുന്നേ കയറി പോന്നു. എന്തിട്ടെങ്കിലും ആവട്ടെ വിചാരിച്ചാൽ പൂരം ഞങ്ങളും കാണണ്ടേ. അവിടെ ഒന്നുമില്ല. നോക്കി ഇറങ്ങിയില്ലെങ്കിൽ നിലത്തെത്തും. ആ ചേച്ചി കനം കുറവാ. ഒട്ടകപ്പച്ചി പോണ പോലെ പോണത്. ഒരു ലക്കും ലകാനില്ലാണ്ടാണ് ഞാൻ പോണത്. ഒട്ടകപ്പച്ചി എവിടേക്ക് ഓടണേ? നോക്കി നടന്നില്ലെങ്കിൽ ഇവരെ അറിയും. ഇവിടെ നല്ലോണം വെള്ളം ചാടുണ്ട്. ആ വഴിക്ക് പോവാം. നമ്മൾ വന്നത് ഈ വഴിക്കല്ലല്ലോ. അത് വഴി തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാവും. ഈ നേരത്തെ ചിലപ്പോൾ ആദ്യം മൃഗങ്ങൾ ഇവിടെ ഉണ്ടാവും. പാറക്കല്ല എന്നാ പാറക്കല്ല്.
വേണ്ട, ഇതിൽ എളുപ്പ വഴിയുണ്ട്. വളരെ പെട്ടെന്ന് താഴത്തേക്ക് എത്തും. ഒരു 2 ബിൽഡിങ്ങിൻ്റെ ഹൈറ്റേ ഉള്ളൂ എളുപ്പ വഴി കൂടെ പോയാൽ. ആനപ്പാറ. ഇത് മൈലാഞ്ചി അല്ലേ? ഇത് ആരും ഇവിടെ കൊണ്ടുവന്ന് കുഴിച്ചിട്ടാണ്. കാട്ടുമൈലാഞ്ചിയാ. നല്ല കളർ, ഓറഞ്ച് കളർ, കടും ചുവപ്പ് കളറാവും. ഇതാണ് ശരിക്കുള്ള മൈലാഞ്ചി. ചുവപ്പ് കളറായിരിക്കും, ചുവപ്പ്, കടും ചുവപ്പ്. എനിക്കറിയാം മുള്ളുണ്ടെന്ന്. കാട്ടുമൈലാഞ്ചി. മൈലാഞ്ചി അങ്ങ് വിചാരിക്കാം. പാലക്കാട് ധോണി അവിടുന്ന് ആൾക്കാർ വന്നിട്ട് ചത്തുവോ? അന്നേ ദിവസം തന്നെ ചത്തുവത്. അത് അതിൻ്റെ ഈ കാലിൻ്റെ ഈ ഇടഭാഗത്താണ് പട്ടിരിക്കുന്നത്. അത് കാരണം അത് മയക്കുപൊടിയും വെച്ചപ്പോൾ പൂർത്തിയായി. ചേട്ടൻ കൊടുത്ത ആളാ? ഞാൻ പുറത്ത് തന്നെ ടൗണിൽ ടാക്സി ഡ്രൈവർ. അത് ടീമുകൾ വന്നിട്ടുണ്ട്. അവർ ഒരു കല്യാണം അറ്റൻഡ് ചെയ്യാൻ വന്നതാണ്. അപ്പോൾ അവർ ഇതൊന്ന് കാണണം പറഞ്ഞപ്പോൾ ശരി പറഞ്ഞാൽ അങ്ങനെ നിങ്ങൾ എവിടുന്നാണ്? തൃശ്ശൂരിൽ. എളുപ്പ വഴിയില്ല. ധോണി പോയാ ഇവിടെ അടുത്ത് വെള്ളരിമേട് പറയുന്നൊരു വെള്ളച്ചാട്ടമുണ്ട്. അത് കൊല്ലങ്കോട്ട് നിന്ന് ഒരു കിലോമീറ്റർ, ഒരു 2 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ലെഫ്റ്റിലേക്ക് ഒരു വഴിയുണ്ട്. പാട്ടമ്പാറ അവിടെ പോയി കഴിഞ്ഞാൽ അത് വണ്ടി നിർത്തിയിട്ട് ഒരു 1.5 കിലോമീറ്റർ നടക്കാം. പ്രകൃതി ക്ഷേത്രമുണ്ട്, അവിടെ പോയാൽ ചിങ്കഞ്ചാറ. ഇവിടുന്ന് കയറില്ല, നമ്മൾ ആ റോഡിലേക്ക് കയറില്ല. കയറി അവിടെ നിന്ന് റൈറ്റിലേക്ക് പിടിച്ചു കഴിഞ്ഞാൽ ഒരു 2-2.5 കിലോമീറ്റർ. നാല് കിലോമീറ്റർ നടന്നതിന് മലത്തല്ലല്ലോ. അയ്യേ, അത് മുള്ള. ഇവിടെ വെച്ചാലോ? അവിടെ വെച്ചാ ഇവിടെ ഇട്ടോ. അവിടെ വെച്ചാൽ അടുത്ത ആൾക്ക് കിട്ടോ. ഇവിടെ ഇനി വെള്ളമാണ്. അതിലെ വരാൻ വഴിയുണ്ട്.
കുളിക്കാനും മെയിനായിട്ട് ആൾക്കാർ വരും. ആ കുളിക്കാൻ ഇഷ്ടം പോലെ വെള്ള ആൾക്കാരും ഉണ്ട്. എന്നാ ആൾക്കാർ കുളിക്കുന്നുണ്ട. ഈ വെള്ളത്തെ പോലെ കണ്ടു കഴിഞ്ഞാൽ ആരാ കുളിക്കാത്ത? എല്ലാവരും ഇറങ്ങാത്തവരടക്കം വെള്ളത്തിലേക്ക് ഇറങ്ങും. ഞാനാ പെട്ടത്. അവിടെ നെഞ്ചിൻ്റെ വയറിൻ്റെ ഭാഗം വരെ വെള്ളമുണ്ട്. ആ നല്ല ഫോഴ്സിൽ വെള്ളം നെഞ്ച്. നീ അവിടെ നിന്നോട്ടാ. ഇവിടെ മരം നിൽക്കാൻ പറ്റും. മുള്ളുള്ള മരം ഉണ്ട് കേട്ടോ. നല്ല വെള്ളം കേട്ടോ.